അപ്പോൾ നമ്മൾ അടുത്ത കഴിക്കാൻ വേണ്ടി ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, ഇഡലി, കബാബുണ്ട്, അതേ കണക്കിന് കേരള ചിക്കൻ കറി, ഫിഷ് കറി ഉണ്ട്. ബീൻസാണ് കേട്ടോ നമ്മളെ ഡിമോറോ ഹോട്ടൽ എന്ന് പറയണ. എങ്ങനെയാണ് ടേസ്റ്റ്? വെജിറ്റേറിയനാണ്, പക്ഷേ നല്ല പ്യൂർ നമുക്കൊരു നല്ല ടേസ്റ്റ് വാങ്ങിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ പാർക്കിംഗ് ആണ്. കണ്ടതിൻ്റെ സെക്കൻഡ് കാറ്റഗറി റൂമാണ്. ഇവിടെ ഇത് കൂടെ പ്രീമിയമാണ്. ഇവിടെയും ടി വിയും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. ശിവൻ എന്തായാലും ജോലി തുടങ്ങി. അബിൻ ടീൻസ് വ്ലോഗിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കാനുള്ള ഒരു ഇത് കിട്ടിയിരിക്കണം അല്ലേ? അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ശിവ ഉണ്ട്. ശിവ ഒരു ഹായ് പറയും. ഹായ്. അപ്പോൾ ശിവ നമുക്ക് പൊളിക്കല്ലേ? അതാ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ ഡിമോറ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് കേട്ടോ നമ്മളിന്ന് താമസിക്കാൻ പോകുന്നല്ലേ. ഫുള്ള് ഇവിടെ ചിലവഴിച്ച എല്ലാം അല്ലേ? എല്ലാം എന്തൊക്കെ ഉണ്ട് ഇവിടെ? വൻ സെറ്റപ്പുകളല്ലേ? സ്വിമ്മിംഗ് പൂളൊക്കെ ശിവ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പൊളിക്കാന്നാണ് പറഞ്ഞല്ലേ. ഹോട്ടലിൽ വന്ന ഉടനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിരിക്കുകയാണ്, ഒരു റൂം കിട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു 4 സ്റ്റാർ ഹോട്ടലാണെന്ന്. നമുക്ക് കിട്ടിയ റൂമാണ്. പൊളി. എങ്ങനെയുണ്ട് റൂം? പൊളിയല്ലേ? റൂം, ബെഡ്, 2 പേര് കിടക്കുള്ള ബെഡ്, പിന്നെ സോഫ സെറ്റ്, പിന്നെ ഒരു ടേബിളും ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഡ്രിങ്ക്സുകളും ഇതെല്ലാം ഉണ്ട്. പൊളി. പിന്നെ അല്ല, നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ സെറ്റപ്പിലായിരിക്കും നമ്മൾ നിൽക്കേണ്ട. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റപ്പ് ക്ലീനുള്ള ബാത്റൂം കേട്ടോ. പിന്നെ ബാത്ത് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്, ആ സെറ്റപ്പ് ഇതാണ് കേട്ടോ. ലോഞ്ച് ഇതൊക്കെ നടന്നു പോകുന്ന സ്ഥലമൊക്കെ. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് നമ്മൾ താഴോട്ട് ഫ്ലോറിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഡിമോറയിൽ വന്നിട്ട് അവിടുത്തെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നോൺ വെജും വെജും കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻ്റ് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ആട്ടെ ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടോ, ഫുള്ള് നല്ല വൈബ് ആംബിയൻസ് ആണ്. അതേ കണക്ക് തന്നെ നമുക്കിവിടെ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടുപോകാം. വ്യത്യസ്ത ഫുഡ് ഉണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഫുഡൊക്കെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അതേ കണക്ക് തന്നെ ക്രീം ചിക്കൻ സൂപ്പുകളുണ്ട്. അതേ കണക്ക് തന്നെ ഡ്രാഗൻ ഗോപിയുണ്ട്, മലബാർ ഫിഷ് കറിയുണ്ട് ഇവിടെ ഓരോ. പിന്നെ ക്രാബ് റോസ്റ്റ് ഉണ്ട്. ഇഷ്ടംപോലെ ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ടിക്ക ഫുഡുണ്ട്. പിന്നെ വടയുണ്ട്, വട. പിന്നെ എഗ് നൂഡിൽസ് ഉണ്ട്, എഗ് നൂഡിൽസാണ്. അത് കണക്കിന് ചമ്മന്തിയും പിന്നെ ആ ഉള്ളി എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പഴങ്കഞ്ഞിയുണ്ട്. അത് കണക്കിന് റാത്തിയുണ്ട്, ഗാർലിക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട്. എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ. പിന്നെ കേരള റൈസ് വേണമെന്നവർക്ക് കേരള റൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ പാർക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരു കാറ് ഇട്ട് കഴിഞ്ഞാൽ അത് മേളിലോട്ട് പോയിട്ട് അടുത്ത കാറ് ഇടാൻ പറ്റുന്ന സെറ്റപ്പാണ്. ഏകദേശം ഇവിടെ 80 കാറുകളോളം പാർക്ക് ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ ഒരു 200ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ. ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പിലൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. വൈബ് സ്വിമ്മിംഗ് പൂളാണ്. ശിവ നമുക്ക് രാത്രി ഒന്ന് ചാടണ്ടേ? ഇവിടെ ചാടേണ്ടി വരും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാൻഡിൽ ഡിന്നറൊക്കെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യല്ലേ? എല്ലാം സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. സെറ്റ് ചെയ്യല്ലേ? അടിപൊളി സ്പോട്ട്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ നല്ല സെറ്റപ്പ് കേട്ടോ, നല്ല വ്യൂ ഉണ്ട്. ഇവിടെ നോക്കിയാണ്ട് മോഡൽ സ്കൂളൊക്കെ കാണാം. അതുകൊണ്ട് അതുപോലെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണ് കേട്ടോ KSRTC ബസ് സ്റ്റാൻഡ് തിരുവനന്തപുരത്ത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ അതാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഇവിടെ ഒന്ന് ചില്ലപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇപ്പോൾ ഒരു സമയം ഒരു 5 മണി 6 മണിയായി. ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് വൈബ് അടിച്ച് അത് സെറ്റ് ആവളെ. അപ്പോഴേക്കും നമ്മളെ ശിവന് ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ്. വീഡിയോ സെറ്റായില്ലേ? വീഡിയോ നോക്കണമെങ്കിൽ ശിവൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. പാർക്കർ ശിവൻ അല്ലേ? എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം പാർക്കർ ശിവൻ ആണ് കേട്ടോ. 1 2 3 AC ഉണ്ട്. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യുക. അങ്ങനെ സെറ്റപ്പിലാണ് ഇവിടെ. നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു 2-3 ദിവസങ്ങളിലല്ലേ ഇവിടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറ്റാണ് ഇവിടെ. നീന്തറ
നീന്തലേ നീന്തലേ നീ നീന്ത് കൈ കഴിയല്ലേ. നൈറ്റ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടാ സ്വിമ്മിംഗ് പൂളിലെ നൈറ്റ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ് എന്ന് പറയാൻ നിന്നിട്ടുള്ള രാത്രി വ്യൂ ആണ് കേട്ടോ. ട്രിവാൻഡത്തെ നൈറ്റ് വ്യൂ എന്ന് പറയണത് ഒരു രക്ഷയില്ല കേട്ടോ. ട്രിവാൻഡം നൈറ്റ് ലൈഫിൽ ഓണായെന്ന് പറഞ്ഞാൽ ഡിന്നറിന് എടുത്തേക്കുന്ന റൈസും അതേണക്ക് തന്നെ ചിക്കൻ കറിയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യം. ഹലോ ഗൈസ്, അപ്പോൾ അടുത്ത ദിവസം മോർണിംഗ് ആയിരിക്കുകയാണ്. ശിവനെ കിടന്നുറങ്ങിയാണ് കേട്ടോ. അത് കണക്ക് തന്നെ ഇവിടെ പോകാനുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾക്ക് ഇവർ പ്രത്യേക ഇത് വിനിയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രം, കോവളം സൂ, അഴിമല ബീച്ച്, ഭീമാപ്പള്ളി, പൂവാർ, അങ്ങനെ ഇവർ ഫുള്ള് പാക്കേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസുകളൊക്കെ അതിനൊക്കെ ഫുഡ് മെനു ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താഴെ പോയി കഴിച്ചത് ഇവിടെ വേറെ ഫുഡ് മെനു അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിക്കണം. മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഗ്ലാസ്സൊക്കെ കുറച്ച് ക്ലിയർ ഇല്ല. പറയാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഹോട്ട് മിൽക്ക് ഉണ്ട്, പിന്നെ നമ്മളെ ചോക്കോസും അത് കണക്കത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഇഡലി ഉണ്ട്, അതിനെനിക്കുള്ള സാമ്പാറുണ്ട്, പിന്നെ വടയുണ്ട്, പിന്നെ ഇതെനിക്കൊന്ന് അവിലെന്തരോ ചെയ്ത് വെച്ചേക്കണ ആ സ്കീമാണെന്ന് തോന്നുന്നു, പിന്നെ പപ്പടം, പിന്നെ പയർ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ കറിയുണ്ട്, ബോയിൽഡ് എഗ് ഉണ്ട്, പിന്നെ ഇതിനടുത്തുള്ള കോക്കനട്ട് ഓയിൽ, അത് കണക്കിന് ടൊമാറ്റോ ഇതുണ്ട്, കോക്കനട്ട് ചട്നി ഉണ്ട്, പിന്നെ ആലു പൊറോട്ട ഉണ്ട്, പിന്നെ പൂരിയുണ്ട്, അത് കണക്ക് തന്നെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്, ഓട്സ് ഉണ്ട് കേട്ടോ. പിന്നെ ലൈവായിട്ട് തന്നെ ചായയും ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ അത് കണക്കത്തെ സെറ്റപ്പാണ് ഇന്ന് മോർണിംഗ് എന്ന് പറയണം. ഇവിടെ ബ്രെഡ് ഐറ്റംസ് കുറേ വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് റോള്, ബനാന കേക്ക്, ഡാനിഷ്, പിന്നെ കുറേ ബ്രെഡ് ഐറ്റംസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ബ്രെഡ് തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാ ഒരു സെറ്റപ്പ് ആംബിയൻസിലാണ് വെച്ചത്. അത് കണക്കിന് ബ്രെഡുകൾ ബേക്ക് ചെയ്തെടുക്കാനുള്ള സ്കീം വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഇതൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പർ സൈഡിലും ഇത് കണക്ക് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഓവർനൈറ്റ് ഓട്സും ഇതിന് സലാഡ്സും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ബീറ്റർ ഗാർഡ് ജ്യൂസ്, മറ്റേ ഇതിൻ്റെ ജ്യൂസ് വെച്ചിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. പിന്നെ പയർ ഉരിപ്പിച്ചത്, കുക്കുംബർ, അത് കണക്ക് തന്നെ ക്യാരറ്റ്, എല്ലാ സെറ്റപ്പാണ് കേട്ടോ. ലൈവായിട്ടുള്ള മസാല ദോശ ഇവിടെ ചുട്ട് കൊടുക്കുന്നുണ്ട്. മസാല ദോശ ആയാലും ഗീ റോസ്റ്റ് ആയാലും ലൈവായിട്ട് ചുട്ട് കൊടുക്കും. മറ്റേ ചോക്കോസും ഇതെല്ലാം കൂടെ ഇട്ട് കോൾഡ് മിൽക്കിൽ ഇട്ടിട്ട് ഒരു പിടി പിടിക്കാന്ന് വെച്ചു. ശിവ ടേസ്റ്റ് ചെയ്ത് നോക്കി. കോൾഡ് മിൽക്ക് എങ്ങനെയുണ്ട്? അടിപൊളി തന്നെ. പിന്നെ നമ്മളൊരു മസാല ദോശ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഫുഡ് ഓരോന്നോരോന്നായിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അടുത്ത കഴിക്കാൻ വേണ്ടി ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇഡലി, ഇത് വേറെ സൈസ് ഇഡലിയാണ് കേട്ടോ. അതിൻ്റെ ചമ്മന്തി, പിന്നെ അവില്, പയർ, പപ്പടം, സാമ്പാർ. ഇത് നമ്മൾ അടുത്ത കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് ഞാനും ശിവനും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ദിവസം ഫുള്ള് ട്രിവാൻഡ്രം ഡിമോറ ഹോട്ടലിൽ നമ്മൾ താമസിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ശിവ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. തന്നെ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇവിടെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ ഡിന്നറൊക്കെ നല്ല ഫുഡായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു, അത് കണക്കിന് ഡിന്നർ കഴിച്ചായിരുന്നു, മോർണിംഗ് കഴിച്ചായിരുന്നു. നല്ല ഫുഡാണ്, നല്ല ഫെസിലിറ്റിയാണ്. എല്ലാ റൂമായാലും എല്ലാം ക്ലീനും എല്ലാം ഇതാണ് അല്ലേ. നമ്മൾക്കത് എന്ത് ആവശ്യം വേണമെങ്കിലും അപ്പം തന്നെ അവർ ഓടിയത്. അപ്പം ട്രിവാൻഡ്രത്തൊക്കെ വരുന്നവർ, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്നവർ ഇവിടെ വന്ന് താമസിച്ചാൽ നിങ്ങൾക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. നല്ല സർവീസാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല സർവീസ് കിട്ടുമല്ലേ, നമ്മൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യത്താണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ദിസ് ഈസ് അജിൻ ടീൻസ് സൈനിങ് ഓഫ്.